ഹായ് ഫ്രണ്ട്സ്, സഫാരിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ചിക്കൻ ബിരിയാണിയാണ്. ഞങ്ങളുടെ കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല. ചില സ്ഥലത്ത് ചിക്കൻ പൊരിച്ചിട്ടാക്കും, എല്ലാവരുടെ ആക്കും. ഞാനിവിടെ ചിക്കൻ പൊരിക്കാണ്ടാണ് ആക്കുന്നത്. അപ്പം ഇതിനായിട്ട് ഇപ്പോൾ ആവശ്യം തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെയാണ്. അപ്പം ഞാനെല്ലാം റെഡിയാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ചിട്ടാണ് ചതച്ചെടുത്തു. പിന്നെ പച്ചമുളകും ചതച്ചിട്ടാണ് മാറ്റി വെച്ചത്. എന്നിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ചിക്കൻ മസാല തേച്ചിട്ട് അവിടെ മാറ്റി വെക്കും. മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞളും ഉപ്പും പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ബിരിയാണീൻ്റെ മസാലക്കൊരു പുളി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കിയ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി തേച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അടുപ്പിൽ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഓയിൽ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, രുചിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എന്നിട്ട് ഉള്ളി നന്നായിട്ട് മുരിയിക്കുന്നതാണ് വഴറ്റിയെടുക്കുക. വഴറ്റി നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. എങ്കിലേ ബിരിയാണീൻ്റെ മസാലക്കൊരു സ്വാദ് കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് ഈ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നേരത്തെ ഇഞ്ചി തയ്യാറാക്കിയില്ല, അത് ചേർത്തതിന് ശേഷം അതിന് നല്ല പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അതിന് പച്ചമണം മാറുന്നവരെ മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ചതച്ച് വെച്ച പച്ചമുളക് ഓരോരുത്തർ ഓരോ വീട്ടിൽ കീറിയിട്ട് മുറിച്ചിടുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളിവിടെ ചതച്ചിട്ടാണ് കാറുള്ളത്. എന്നിട്ട് പിന്നെ നന്നായിട്ട് അതും കൂടി മിക്സാക്കിയതിന് ശേഷം അതിൻ്റെയും കൂടി പച്ചമണം മാറുന്നവരാകുമ്പോൾ എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ചെറിയൊരു അല്ലെങ്കിൽ ഒരു പച്ച കളറുണ്ടാവും. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് പിന്നെ തക്കാളിക്ക് അധികം വേവൊന്നും വേണ്ടല്ലോ. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഇതാക്കുമ്പം തന്നെ വേഗം തന്നെ വെന്ത് വരും. അപ്പം തക്കാളിയും കൂടി ആയതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടൊന്ന് അതിനൊന്ന് തക്കാളിയിൽ ഉടച്ചെടുക്കണം. പിന്നെ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഉപ്പ് കുറവേനും അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് പിന്നെ നേരത്തെ മുളക് അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മസാലയിലേക്ക്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കണം. അപ്പം ഇതിനകത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുരുമുളകും ഗരം മസാലയും ചേർക്കുന്നുള്ളൂ. വേറെ ഓവറായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ മുളക് പൊടി ചിക്കൻ തേച്ച് വെച്ചപ്പോൾ അതിൻ്റെ ആക്കി വെച്ചതാണല്ലോ. അതുകൊണ്ട് ഗരം മസാലയും കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വയ്ക്കുക. ഇനി അതാടുന്ന് വേവട്ടെ. നമുക്കിനി എന്തെല്ലാം പരിപാടിയുണ്ട്. റൈസ് ഉണ്ടാക്കണം, സാലഡ് ഉണ്ടാക്കണം. സാലഡ് പെട്ടെന്ന് തീരും. ഇനി നമുക്ക് ഇതവിടുന്ന് വേവട്ടെ. ഇനി നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ വിറകടുപ്പിലാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. അപ്പം എന്നാണ് അപ്പുറത്ത് അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഇല എന്താ അറിയോ? ഞങ്ങൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് അച്ഛനോട് പറമ്പത്തുനിന്ന് പറിച്ചിട്ട് കൊണ്ടുവന്നാണ്. മല്ലിയിലേനെക്കാട്ടും ഭയങ്കര കുത്തലുള്ളൊരു ഇലയാട്ടത്. പക്ഷേ നല്ല മല്ലിയിലേൻ്റെ സെയിം ടേസ്റ്റാണ്. ഹൈ കുത്തലും തന്നെയുള്ളൂ, നല്ല തന്നെയാണ്. അപ്പം ഇനി നമുക്ക് അടുപ്പത്ത് കുറച്ച് പശു നെയ്യും നല്ലോണം ചേർക്കും. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഉള്ളീനെ മൊരിയിച്ചെടുക്കണം. എന്നിട്ട് മൊരിയിച്ച ഉള്ളി മാറ്റി വെച്ചതിന് ശേഷം ഇനി അതിൻ്റെ അകത്ത് മുന്തിരി അണ്ടിപ്പരിപ്പും ചേർക്കേണ്ടതാണ്. ഇവിടെ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് മുന്തിരി ഇല്ലാത്തതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഓൾ സ്പൈസസ്, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, പിന്നെ ജാതിപ്പത്തിരി, അങ്ങനെയുള്ള ഓൾ സ്പൈസസ് ആൻഡ് ചെറിയ പെരിഞ്ജീരകം ഇല്ലേ, അതും കൂടി ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം ബിരിയാണിക്കായും നെയ്ച്ചോറിനാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായി മുരിഞ്ഞതിന് ശേഷം എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത്, നമ്മൾ അരി ജീരകശാല റൈസാണ് എടുക്കുന്നത്. എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം ഒഴിക്കുന്നത് ഇവിടെ. അപ്പം നമ്മളിവിടെ വെള്ളം അങ്ങനെയാണ് ഒഴിക്കുന്നത്. പിന്നെ ഉപ്പും കൂടി ചേർത്ത് അതിൽ ഓയിലും പിന്നെ ഒരു സാധനം കൂടി ചേർക്കുന്നത് റോസ് വാട്ടർ ഇവിടെ നിങ്ങൾ എല്ലാവരും ചേർക്കുന്നുണ്ട് അറിയില്ല. ഞങ്ങൾ റോസ് വാട്ടറും കൂടി ഒഴിക്കാനല്ലേ. ഓയിൽ അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ മൂടി വെച്ചിട്ട് നമുക്ക് അരി വേവിക്കാം. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടണം. ദമ്മിന് ആവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മല്ലിയിലയും നമ്മളെ വറുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്. ഇനി നമ്മളിവിടെ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ മസാലയിട്ട് പിന്നെ റൈസ് ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മല്ലിയിലയും മൊരിയിച്ച ഉള്ളിയോടും. അപ്പോഴത്തേക്ക് ഞാനിവിടെ സാലഡിൻ്റെ പണിയും കൂടി നോക്കുന്നുണ്ട്.
എന്നിട്ട് ഉള്ളി പിന്നെയും ലെയറായിട്ട് ഇടുന്നത് ഇങ്ങനെയാണ്. ലാസ്റ്റ് പിന്നെയും മസാല ഇടും, പിന്നെയും റൈസ് ഇടും, എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും ഒരിച്ച ഉള്ളി ഇടും, മല്ലിയില ഇടും, എന്നിട്ട് പിന്നെ റൈസ് ഇട്ടിട്ട് പിന്നെ പിന്നെ എന്താ കുറച്ച് നേരത്തേക്ക് ഗ്യാസ് അടുപ്പിൽ അതിനൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കും. അപ്പം റൈസിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ മസാലേൻ്റെ ആ ഒരു ടേസ്റ്റെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി കിട്ടും. അപ്പം അത് എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ അകത്ത് കുറച്ച് നേരത്തേക്ക് ചൂടാക്കാൻ വേണ്ടി വെക്കും, ദമ്മിടാൻ വേണ്ടി വെക്കും. പിന്നെ ഞാനിവിടെ സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ സാലഡ് ഉണ്ടാക്കുന്ന നമ്മുടെ തൈരില്ലേ, തൈര് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചതിന് ശേഷമാണ് ഞാൻ സാലഡിലേക്ക്, അതായത് ഉള്ളിയും കുക്കുംബറാണ് ഇവിടെ ചേർത്ത് അതിലേക്ക് ഒഴിക്കും കേട്ടോ. പിന്നെ അതിൽ ഉപ്പിട്ടിട്ട് പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ മല്ലിച്ചപ്പെല്ലാം ഇടും, പക്ഷെ ഞാൻ മല്ലിച്ചപ്പിട്ടിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ബിരിയാണി, ഞങ്ങളുടെ സ്പെഷ്യൽ മലബാറി ചിക്കൻ ബിരിയാണി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.